Watch full episodes on Jio Hotstar. നീ സ്കൂളിന്റെ സെക്യൂരിറ്റി ഇൻചാർജ് അല്ലേ? അപ്പൊ പോകൂ, പോയി എല്ലാവരും വിളിച്ചുണർത്തു. എല്ലാരോടും എപ്പോഴും ഓടിക്കൊണ്ടിരിക്കാൻ പറയൂ, ഉണർന്നിരിക്കാൻ പറയൂ. ഒരു പക്ഷെ നിന്നാൽ നിന്നെയും ഞാൻ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകും. മനസ്സിലായോ? മനസ്സിലായി. എന്താ ശരി ശരി എന്നൊക്കെ പറയുന്നേ? ചെന്ന് പറ, ഓടിക്കൊണ്ടിരിക്കാൻ പറ, പറഞ്ഞോണ്ടിരിക്കേ. അല്ലെങ്കിൽ നിന്റെ ശരീരത്തിനുള്ളിൽ കയറി നിന്നെയും ഞാൻ എന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകും. വേണ്ട, ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. എല്ലാരും ഉണർന്നിരിക്കേ, എല്ലാരും ഉണരൂ. അപ്പോ നീ പോയില്ലല്ലേ? പോകുന്നു. എല്ലാരും ഉണർന്നിരിക്കേ, എല്ലാരും ഉണരൂ. ഇവിടെ ഇത്രയും പൂക്കളുള്ളപ്പോൾ എവിടെ അന്വേഷിച്ചു കണ്ടെത്തും? ഞാൻ പോകുന്നു. എല്ലാരും ഉണരൂ, എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ. മിസ് സെക്യൂരിറ്റി, നിങ്ങൾക്ക് എന്താ പറ്റിയത്? എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? അല്ല, അത് പിന്നെ മൈര പറഞ്ഞു ഞാൻ ഇതുപോലെ പറഞ്ഞോണ്ടിരിക്കണമെന്ന്, അല്ലെങ്കിൽ അവളെന്നെ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടു പോകുന്നു പറയാ. എല്ലാരും ഉണർന്നിരിക്കൂ. മിസ് സെക്യൂരിറ്റി, അവരെവിടെയാണെന്ന് പറ. വേഗം വരൂ. അവളുടെ കൂടെ തന്നെ പോയ ഇന്നോസെൻഷ്യയിലോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിക്കാം. എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ. അവൾ എവിടെയാണെന്ന് പറയൂ. അവൾ അവിടെ ഉണ്ട്. അല്ല, ആദ്യം ഇവിടെ ഒരു പൂവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും പൂക്കൾ എവിടെ നിന്നാ വന്നത്? ഞാൻ ചെന്ന് മേഡം കാനുംകോടി റിപ്പോർട്ട് ചെയ്യാം. എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ, എല്ലാരും ഉണർന്നിരിക്കൂ. അവള് നമ്മളെ കൺഫ്യൂസ് ചെയ്യാനായിട്ട് തന്നെ ഇതൊക്കെ ചെയ്തത്, നമ്മൾ അവളുടെ പുറകെ വരാതിരിക്കാനായിട്ട്. എന്നാ വാ, ഓരോ പൂക്കളും വലിച്ചു കയറി കളയാ. ഏതെങ്കിലും ഒരു പൂവിന്റെ അടിയിൽ വഴി കാണും. രുദ്ര, ഈ ജോലി എനിക്ക് വളരെ നിസ്സാരമാണ്. ഇത് ഞാൻ ചെയ്തോളാം. നീ അവിടെ സമാധാനമായിട്ട് വിശ്രമിക്കേ. നീ ഇനി വലിയൊരു യുദ്ധമല്ലേ ചെയ്യാൻ പോകുന്നത്. താമര അതിന്റെ വേരോട് കൂടി പറഞ്ഞു പോരട്ടെ. എന്നോടാണോ നിന്റെ കളി? രുദ്ര, ഇതെന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അതും മൈരയുടെ ടീമിലാണോ? എന്നെ എടുത്തിട്ട് പന്ത് കളിക്കാമല്ലോ. രുദ്ര, അത് തിരിച്ചു വന്നല്ലോ.
Себайска. Boom, chick, chick, boom. ആ ജോലി കഴിഞ്ഞെന്നാ തോന്നുന്നേ. ഗുഡ് ജോബ് രുദ്ര. രുദ്ര ഒരു പൂ മാത്രമേ ഉള്ളൂ ബാക്കി. എന്ന് വെച്ചാൽ ഇന്നോസെൻഷ്യയിലോട്ട് പോകേണ്ട വഴി ഇതിനകത്തായിരിക്കും. ബാക്കിയുള്ള ഫ്ലവേഴ്സ് എല്ലാം അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയായിരിക്കണം. സ്മോൾ സൈസ് ക്രിയേറ്റോ. അങ്ങോട്ട് നോക്കൂ, ആ കാണുന്നതാണ് ഇന്നോസെൻഷ്യ സിറ്റി. നമുക്ക് ഈ രാത്രി ഇവിടെ എവിടെയെങ്കിലും കടന്ന് വിശ്രമിക്കാം. രാവിലെ സിറ്റിക്ക് അകത്തോട്ട് പോകാം. രുദ്ര, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അതുകൊണ്ട് ആദ്യം ഫ്രഷ് ആകാം, എന്നിട്ട് നമുക്ക് കഴിക്കാം. ഇവളിങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്ന് ഓടി രക്ഷപ്പെടാം. ഇവളീ ഗുഹ മൊത്തവും മായാജലം കൊണ്ട് നിറച്ചു വെച്ചിരിക്ക. ഞാൻ എങ്ങനെ ഓടി രക്ഷപ്പെടുന്നേ? ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ പറ്റൂ മൈര. ഇപ്പൊ നീ സ്വതന്ത്രയായി കഴിഞ്ഞില്ലേ? നീ നിന്റെ സീറ്റിലേക്ക് തിരിച്ചെത്തി കഴിഞ്ഞു. ഇനിയെങ്കിലും എന്നെ വിട്ടേക്ക്. നമ്മൾ തമ്മിൽ എന്താ പ്രശ്നം? അത് നടക്കില്ല. എന്റെ എല്ലാ പവേഴ്സും എനിക്ക് തിരിച്ചു ലഭിക്കുന്നത് വരെ, അതുവരെ നിന്റെ സാന്നിധ്യം എനിക്ക് ആവശ്യമാണ്. എന്നെ പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ എനിക്ക് ഏറ്റുമുട്ടാനും രക്ഷപ്പെടാനും നിന്റെ പവേഴ്സ് എനിക്ക് ആവശ്യമാണ്. 2-3 ദിവസം കഴിഞ്ഞ് എന്നെ വിട്ടേക്കോ നീ? അതിനുശേഷം നീ എന്നെ പോലെ ആയിത്തീരും. പിന്നെ നിനക്കൊരിക്കലും എങ്ങോട്ട് പോകാനും തോന്നത്തില്ല. നമ്മൾ രണ്ടാളും ചേർന്ന് ഈ സിറ്റിയെ നശിപ്പിച്ച് പെറുക്കിയെടുക്കണം. ഇതാണ് എന്റെ റിവെഞ്ച്. വി വിൽ ഡിസ്ട്രോയ് കംപ്ലീറ്റ്ലി. പിന്നെ നീ എവിടെ ചെന്ന് താമസിക്കും? ഭൂമിയിൽ തന്നെ നിന്റെ ലോകത്ത് വന്ന് താമസിക്കും. അവിടെ താമസിക്കുന്നത് വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും എനിക്ക് സേവനം ചെയ്യണം. ഞാൻ പറയുന്നത് അനുസരിക്കണം. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾ ആർക്കും അത്ര മാജിക് പവർ ഒന്നും ഇല്ല. എന്നെ തടഞ്ഞു നിർത്താൻ ആർക്കും പറ്റില്ല. രുദ്ര ഇപ്പൊ ഇവിടെ എത്തും. എന്നെ രക്ഷിച്ച് കൂട്ടിക്കൊണ്ടു പോകും. അവനെ എതിർത്ത് നിനക്കൊന്നും ചെയ്യാനാകില്ല. അവനിങ്ങോട്ട് ഒരിക്കലും വരാനാകില്ല. ഇങ്ങോട്ട് വരാനുള്ള വഴി അവനൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ ഒരുപക്ഷെ വന്നാലും അവന്റെ കഥ ഞാൻ തീർക്കും. എന്നിട്ട് സുഖമായി കിടന്നുറങ്ങും. തൽക്കാലം അവനാണ് എന്റെ എനിമി നമ്പർ 1. മൈര, രുദ്ര തീർച്ചയായും എത്തും. രുദ്ര, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോ. എന്നെ വേഗം ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോ. അല്ലെങ്കിൽ വീണ്ടും അവൾ എന്റെ ബോഡിക്കകത്ത് കയറും.
നോട്ട് ബാഡ് രുദ്ര. നീ ഇവിടെ വന്നെത്തിയോ? നമുക്ക് പിന്നെ എപ്പോഴും സംസാരിക്കാം ഇവ്ലോറ. ഇപ്പൊ എനിക്ക് പോകണം. രുദ്ര, നീ ഒന്ന് മാറി നിൽക്ക്. ഞങ്ങൾ തിരിച്ചൊന്നുമല്ല പോയത്. നിന്നെ ദൂരെ നിന്ന് പിന്തുടർന്ന് വരികയായിരുന്നു. വീണ്ടും മിററോ? വേണ്ട. കൂട്ടുകാരെ, ഇവളൊരെന്നെ അറസ്റ്റ് ചെയ്യ്. വേണ്ട. ചെന്നവളെ പിടിക്ക്. വരൂ, അവരുടെ പുറകെ പോകാം. എന്നെ വീണ്ടും അറസ്റ്റ് ചെയ്യരുത്. എന്നെ ഒന്നും ചെയ്യരുത്. പിടിക്കവളെ. ആ വഴി. അത് കൊള്ളാം. എനിക്ക് വസ്തുക്കളിൽ കൂടി കടന്നു പോകാൻ പറ്റുന്നുണ്ടല്ലോ. എന്റെ പവർ തിരിച്ചു കിട്ടി. എന്റെ പവർ തിരിച്ചു കിട്ടി. എന്നെ പിടിക്കാൻ വരുവാണോ? എന്നെ പിടിക്കണം നിങ്ങൾക്ക്. നീ ഇവിടുന്ന് എങ്ങോട്ട് ഓടിപ്പോകും ഞാൻ നോക്കട്ടെ. ഐ ആം ദ ഈവിൽ ക്യൂൻ. നിനക്ക് എന്നെ പിടികൂടാൻ കഴിയില്ല. ക്രിസ്റ്റിയാനോ, ഞാൻ നിന്നോട് പകരം വീട്ടാൻ തിരിച്ചു വരും. നിന്നോട് പകരം വീട്ടാതെ ഞാൻ പോകില്ല. ഒരു ദിവസം ഞാൻ തിരിച്ചു വരും. അവളെ രക്ഷപ്പെടാൻ സമ്മതിക്കരുത്. വലിച്ചു പിടിക്ക് കൂട്ടുകാരെ, പിടിക്ക്. അവൾ രക്ഷപ്പെടരുത്.
സോറി രുദ്ര, കാര്യങ്ങൾ അറിയാതെ ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നീ ഇവിടെ ശരിക്കും ഞങ്ങളെ സഹായിക്കാനാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും റെസ്റ്റ് എടുക്കൂ. ഈ എന്റെ കൊട്ടാരത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. നാളെ പകൽ സമയത്ത് നമുക്ക് അവളെ തെരഞ്ഞു കണ്ടുപിടിക്കാം. കൊള്ളാലോ, അടിപൊളി സ്ഥലമാണല്ലോ നമുക്ക് ഉറങ്ങാൻ കിട്ടിയിരിക്കുന്നേ. എങ്കിൽ പിന്നെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയേക്കാം. എനിക്ക് പേടിയാകുന്നു. അവള് വീണ്ടും ഇങ്ങോട്ട് വന്നാലോ? ഡോണ്ട് വറി, ഞാൻ നിനക്കൊരു പ്രൊട്ടക്ഷൻ കവചം തന്നേക്കാം. അത് കാരണം അവൾക്ക് നിന്റെ ബോഡിയിലോട്ട് എൻ്റർ ആകാനേ പറ്റില്ല. ഓക്കെ രുദ്ര, താങ്ക് യു. ഗുഡ് നൈറ്റ്. അല്ല, ഇതെന്താ കവചമോ? ഒന്നുകൂടി ട്രൈ ചെയ്യാം. നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. രുദ്ര, രുദ്ര, രുദ്ര. ഇതെന്ത് കുന്തമാണ്? ചുവര് കിടന്ന് അവക്ക് മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. എന്നാ നമുക്ക് കഥ തുറന്നു പോകാം. രുദ്ര, ഹെൽപ്പ്! രുദ്ര, എന്നെ രക്ഷിക്കൂ! രുദ്ര, ഹെൽപ്പ്! രുദ്ര, ഇവളുടെ ശരീരത്തിൽ നിന്ന് കവചം എടുത്ത് മാറ്റ്. എനിക്ക് ഇവളുടെ ശരീരം ആവശ്യമാണ്. ഇല്ല, ഒരിക്കലുമില്ല. എന്നാൽ ഞാൻ ഈ കവചം ശ്രമിക്കാൻ തുടങ്ങുകയാണ്. രുദ്ര, എന്നെ രക്ഷിക്കൂ! രുദ്ര, ഹെൽപ്പ്! ഇതെന്താണ് ശബ്ദം? വാ ചെന്ന് നോക്കാം. രുദ്ര, രക്ഷിക്കൂ! നിന്നെ പിടിച്ച്. ഇല്ല, നിൽക്ക്. ഇവളുടെ ദേഹത്തു നിന്ന് ആ കവചം എടുത്ത് മാറ്റൂ. ശരി, ഞാൻ അവളുടെ ദേഹത്തെ കവചമൂരാം. രുദ്ര, നീ ഇതെന്താ ചെയ്യാൻ പോകുന്നേ? പിന്നെ അവള് മൈരയുടെ ദേഹത്തിനകത്തേക്ക് കയറി ചെല്ലും. ആദ്യം മൈരയെ രക്ഷിക്കുന്നതാണ് മുഖ്യം. ഇങ്ങനെ അവള് മൈരയെ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നാൽ പിന്നെ മൈര പോലും കാണത്തില്ല ഇവിടെ. ഹലോ മൈര. നാക്ക് നാക്ക്. മേ ഐ കം ഇൻ? രുദ്ര, അവൾ പുറത്തേക്ക് പോവുകയാണ്. അതെ കൂട്ടുകാരെ, വരും വെളി പോകാം. എക്സ്ക്യൂസ് മീ ഓൾ ഓഫ് യു. എനിക്കിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഗിവ് മീ വേ. Lord of Earth and Sky, give her power back to her. The power she's like. Evil, eviler, evilers. Evilora agate വീണ്ടും best. Lord of Earth and Sky, give her power back to her. The power she's like. Evil, eviler, evilers. Evilora agate വീണ്ടും best. Lord of Earth and Sky, give her
power back to her. The power she's like. Evil, eviler, evilers. Evilora ആകട്ടെ വീണ്ടും best. എന്ത് പറ്റി? അവളവിടെ എന്താ ചെയ്യുന്നേ? അത് സോളാർ ക്രിസ്റ്റലാണ്. ഈ സിറ്റിക്കുള്ള ടോട്ടൽ വെളിച്ചം ഇവിടെ തന്നെയാണ് വരുന്നത്. പവറും എനർജിയും. രാത്രിയിൽ ഇത് ചന്ദ്രനെ പോലെ ജ്വലിക്കും, പകലിൽ ഇത് സൂര്യനെ പോലെ പ്രകാശിക്കും. ഒരുപക്ഷെ അത് നശിഞ്ഞു പോയാൽ പിന്നെ ഇവിടുത്തെ ടോട്ടൽ സിറ്റിയും നശിഞ്ഞു പോവും. അവൾ അവളുടെ പവേഴ്സ് അതിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എന്നാ നമുക്ക് അവളെ എങ്ങനെയും തടയണം. പക്ഷെ ആദ്യം മൈറയുടെ ബോഡിയിൽ നിന്നും അവളെ പുറത്തു കൊണ്ടുവരാനുള്ള വഴി നോക്കണം. രുദ്ര, ഏതൊരു നല്ല മനുഷ്യന്റെ ശരീരത്തിൽ നിന്നും ദുഷ്ടമായ ശക്തിയെ പുറത്തിറക്കാൻ ഈ മന്ത്രം ധ്യാനിക്കൂ. താങ്ക് യു മുത്തശ്ശ. രുദ്ര, മുത്തശ്ശൻ എന്താ പറഞ്ഞത്? I am back. I am back with full of my power. I can feel it. ടിസ്റ്റിയാനോ, നിനക്ക് നിന്റെ മിറർ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പകരം വീട്ടും. ഞാൻ ഈ സിറ്റിയെ മൊത്തം നശിപ്പിച്ച് പൊളിച്ചടക്കും. പിന്നെ രുദ്ര, നിനക്കിത് കണ്ടോണ്ടിരിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. നമ്മൾ രുദ്രയെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്ട് ചെയ്യണം. വരൂ വരുൺ, അറ്റാക്ക്. അതെ, അറ്റാക്ക് ചെയ്യേണ്ടത് ഞങ്ങളാണ്, അല്ലാതെ നീയല്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.